ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 4 കൊല്ലമാക്കാൻ സർക്കാർ ഭാഗത്തുനിന്ന് ഒരു ആലോചന വന്നിരിക്കുന്നു. ഈ ആവശ്യമായി നേരത്തെ ദേവസ്വം ബോർഡ് സർക്കാരിന് കത്ത് കൊടുത്തിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡിലെ ചില സംഘടനകൾക്ക് ഈ തീരുമാനത്തിൽ കടുത്ത എതിർപ്പുണ്ടെന്നും അറിയുന്നു. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും മറ്റുള്ളവരുടെയും കാലാവധി കൂട്ടണമെന്നുള്ള കാര്യം? ആളുകൾക്ക് ക്ഷാമമായോ കേരളത്തിൽ? ദേവസ്വം ബോർഡ് തന്നെ ഈ 2 വർഷം കാലാവധി എന്നുള്ളത് 4 വർഷമാക്കി ഉയർത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിലവിലത്തെ ഭരണസമിതി, അതായത് PS പ്രശാന്ത് നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡിന് ഈ വർഷം നവംബർ വരെയാണ് കാലാവധി ഉള്ളത്. ആ നവംബറിൽ 2 വർഷം പൂർത്തിയാകും. പുതിയ ഭരണസമിതി നേതൃത്വം നൽകണം. ഈ ഒരു സാഹചര്യത്തിലാണ് 2 വർഷം എന്നുള്ളത് 4 വർഷമായി ആക്കി ഉയർത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇത് പരിഗണനയിലുണ്ടെന്നാണ് ഇന്നലെ നിയമസഭയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ മറുപടിയായി നൽകിയിട്ടുള്ളത്. 2007 അന്നത്തെ LDF സർക്കാർ സുധാകരൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ 4 വർഷം എന്നുള്ളത് 2 വർഷമാക്കി കുറച്ചത്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് 2014 ഇത് 2 വർഷം എന്നുള്ളത് 1 വർഷം കൂടി ഉയർത്തി 3 വർഷമാക്കിയത്. പിന്നീട് ഒന്നാം പിണറായി സർക്കാർ 2016 അധികാരത്തിലെത്തിയ ശേഷം അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗവുമായിരുന്നു. അന്ന് സർക്കാരുമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ഈ 3 വർഷം എന്നുള്ളത് പിന്നീട് വെട്ടിച്ചുരുക്കി 2 വർഷമാക്കി കുറയ്ക്കുകയായിരുന്നു ഭേദഗതി വഴി. ഈ 2 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു 2017 2 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഈ ഓർഡിനൻസ് ഇറക്കിയത്. അതുവഴി ഓർഡിനൻസ് ഇറക്കിയ പിറ്റേ ദിവസം തന്നെ ഈ ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷമാണ് പിന്നീട് എല്ലാ കൊല്ലം 2 വർഷം കൂടുന്തോറും പുതിയ ഭരണസമിതി വന്നുകൊണ്ടിരുന്നത്. എന്തായാലും സർക്കാർ 4 വർഷം ആക്കുന്നതിന് ഈ തീരുമാനത്തിനെതിരെ ചില ദേവസ്വം ബോർഡ് സംഘടനകൾക്കും എതിർപ്പുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഈ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല. അവരുടെ ഉള്ളിൽ അമർഷങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ആ അമർഷം പറയുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ അതിനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ.